നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വാഹന വിൽപ്പന നടന്നു കഴിഞ്ഞാൽ എത്രയും വേഗം ഉടമസ്ഥാവകാശം മാറ്റണമെന്ന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. കാരണം വാഹനവുമായി ബന്ധപ്പെട്ട ഏത് കേസിലും ഒന്നാം പ്രതി RC ഉടമയാണ്. അതിനാൽ തന്നെ വാഹനം കൈമാറി 14 ദിവസത്തിനുള്ളിൽ ഉടമസ്ഥാവകാശം മാറ്റാനുള്ള അപേക്ഷ RT ഓഫീസിൽ നൽകണം. തുടർന്ന് ഉടമസ്ഥത കൈമാറ്റ ഫീസ് ഇളവ് നടപടിയും പൂർത്തിയാക്കണം. 15 വർഷം കഴിഞ്ഞ വാഹനമാണെങ്കിൽ 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ വാഹനം വാങ്ങുന്ന വ്യക്തിയുടെ പേരിലും സത്യവാങ്മൂലവും നൽകണം. വാഹനത്തിന് എന്തെങ്കിലും ബാധ്യതയുണ്ടോ എന്ന് വാഹനം വാങ്ങുന്നയാൾ ഉറപ്പുവരുത്തുകയും വേണം. വാഹനങ്ങൾ വിറ്റതിന് ശേഷമുള്ള പരാതികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വാഹനം വിൽക്കുന്നത് അടുത്ത ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കോ സെക്കൻഡ് ഹാൻഡ് വാഹന ഡീലർമാർക്കോ ആയാൽ പോലും ഒരു പേപ്പറിലോ മുദ്രപത്രത്തിലോ ഒപ്പിട്ട് വാങ്ങിയതിന്റെ പേരിൽ വാഹന കൈമാറ്റം പൂർത്തിയായെന്ന് കരുതരുതെന്ന് വാഹന വകുപ്പ് പറയുന്നു. RT ഓഫീസുകളിൽ ഡീലർഷിപ്പ് രജിസ്റ്റർ ചെയ്ത സെക്കൻഡ് ഹാൻഡ് വാഹന ഡീലർമാർക്ക് വാഹനം വിൽക്കുകയാണെങ്കിൽ പിന്നീട് അവർക്കാണ് വാഹനത്തിന് പൂർണ്ണ ഉത്തരവാദിത്വം. പിന്നീട് ഈ വാഹനം ആർക്കെങ്കിലും വിൽക്കുമ്പോൾ കൈമാറ്റ നടപടി പൂർത്തിയാക്കേണ്ടത് ഡീലറാണ്. എന്നാൽ ഡീലർഷിപ്പ് രജിസ്ട്രേഷനുള്ള 3 സെക്കൻഡ് ഹാൻഡ് വാഹന ഡീലർമാർ മാത്രമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്.